ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു റെട്രോ ഫോക്കസ്. സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിനെ ഉമ്മയും ബന്ധുക്കളും സന്ദർശിച്ചതും അവരുടെ കൂടിക്കാഴ്ച പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. റഹീമിൻ്റെ ഉമ്മ ഫാത്തിമ, സഹോദരൻ, അമ്മാവൻ എന്നിവരാണ് റഹീമിനെ കാണാൻ വേണ്ടി റിയാദിൽ അലിസ്ഖാൻ ജയിലിലെത്തിയത്. ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. 18 വർഷത്തിനിടെ ആദ്യമായിട്ടാണ് റഹീമിൻ്റെ കുടുംബം റഹീമിനെ കാണുന്നത്. അതുമാത്രമല്ല, റഹീമിൻ്റെ മോചന ഉത്തരവ് സംബന്ധിച്ച ഫയൽ ഈ മാസം 17-ന് കോടതി പരിഗണിക്കാനിരിക്കെയാണ് ഇങ്ങനെയൊരു കൂടിക്കാഴ്ച നടന്നത്. കൂടിക്കാഴ്ച അരമണിക്കൂറോളം നീണ്ടു നിന്നു. ഇന്ത്യൻ എംബസിയിലും റഹീമിൻ്റെ ഉമ്മ എത്തിയിരുന്നു. ഇതിനു മുമ്പ് വ്യാഴാഴ്ച കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി ശ്രമിച്ചപ്പോൾ ജയിലിലെത്തി ആരും തന്നെ കാണേണ്ടതില്ല എന്ന നിലപാടിലായിരുന്നു റഹീം. അതിനുശേഷം ഏറെ പരിശ്രമിച്ചതിന് ശേഷമാണ് കൂടിക്കാഴ്ചയ്ക്ക് സമ്മതിച്ചത്. ആദ്യം കാണാൻ വേണ്ടി വിസമ്മതിച്ചു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിനും അത് വിഷമം ഉണ്ടാക്കിയിരുന്നു. റഹീം ഇപ്പോൾ എല്ലാം മനസ്സിലാക്കി. എന്തെങ്കിലും തെറ്റിദ്ധാരണയോ അതല്ല മറ്റെന്തെങ്കിലും കാരണം ഉണ്ടായാലും, അതുമല്ല ഇനിയിപ്പോൾ മുഖാമുഖം കാണാനുള്ള മടിയായിരുന്നെങ്കിൽ പോലും അതെല്ലാം മാറ്റി റഹീം ഇപ്പോൾ ഉമ്മയെ കണ്ടിരിക്കുന്നു. അങ്ങനെയുള്ളൊരു സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഉമ്മയെ ജയിലിൽ വെച്ച് കാണാൻ മനസ്സനുവദിക്കാത്തത് കൊണ്ടാണ് കാണാതിരുന്നതെന്നാണ് റഹീം സുഹൃത്തുക്കളോട് പറഞ്ഞത്. ഉമ്മയുടെ മനസ്സിൽ ഇന്നും 18 വർഷം മുമ്പ് സൗദിയിലേക്ക് തിരിച്ചു പോയപ്പോഴുള്ള മകൻ്റെ ആ ഒരു മുഖമാണ്. അത് അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നതെന്നാണ് റഹീം പറഞ്ഞത്. ഇതിനു മുമ്പ് ഉമ്മയുമായിട്ടുള്ള കൂടിക്കാഴ്ച നടക്കാത്തതിൽ ഒരാൾക്കും പങ്കില്ല എന്നുള്ള കാര്യവും റഹീം സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ റഹീമിൻ്റെ മോചന ഉത്തരവ് സംബന്ധിച്ച ഫയൽ ഈ മാസം 17-ന്, അതായത് ഈ വരുന്ന ഞായറാഴ്ചയാണ് കോടതി പരിഗണിക്കാനിരിക്കുന്നത്. നേരത്തെ ഫയൽ പരിഗണിച്ചപ്പോൾ കോടതി ഇത് 17-ലേക്ക് മാറ്റിവെക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ 17-ാം തീയതി മോചനവുമായി സംബന്ധിച്ച പ്രധാനപ്പെട്ട ഉത്തരവ് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനിടെയാണ് ഇങ്ങനെ ഒരു മനോഹരമായ കൂടിക്കാഴ്ച നടന്നത്. ഈ ഒരു കേസിന് ആസ്പദമായ സംഭവം ഇങ്ങനെയാണ്. സ്പോൺസറുടെ ചലനശേഷി നഷ്ടപ്പെട്ട മകനെ കൊലപ്പെടുത്തിയ കേസിൽ 18 വർഷമായി ഈ അബ്ദുൾ റഹീം ജയിലിൽ കഴിയുകയാണ്. 15 വയസ്സുള്ള സൗദി പൗരൻ അനസ് അൽ ഷഹരിയാണ് കൊല്ലപ്പെട്ടത്. ഈ ഒരു കേസിൽ അബ്ദുൾ റഹീമിന് കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചു. ഡ്രൈവർ ജോലിക്കായിട്ടാണ് അബ്ദുൾ റഹീം റിയാദിൽ ആദ്യമായി എത്തുന്നത്. എന്നാൽ ഡ്രൈവിങ്ങിനൊപ്പം ചലനശേഷിയില്ലാത്ത അനസിന്റെ പരിചരണമായിരുന്നു റഹീമിന്റെ പ്രധാനമായിട്ടുള്ള ഒരു ചുമതല. അനസ് ആണെങ്കിൽ ജീവൻ രക്ഷാ ഉപകരണത്തിന്റെ സഹായത്തോടെയാണ് ജീവിച്ചിരുന്നത്. കഴുത്തിൽ ഘടിപ്പിച്ചിട്ടുള്ള ഉപകരണത്തിലൂടെയാണ് അനസിന് ഭക്ഷണവും വെള്ളവും എല്ലാം നൽകിയിരുന്നത്. ഒരിക്കൽ അനസുമായി ഹൈപ്പർ മാർക്കറ്റിലേക്ക് വാഹനത്തിൽ പോകുന്നതിനിടെ ട്രാഫിക് സിഗ്നൽ ലംഘിച്ച് പോകണമെന്നുള്ള അനസിന്റെ ആവശ്യം നിരസിച്ചതിന്റെ പേരിൽ റഹീമുമായിട്ട് വഴക്കായി. അനസിനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം അനസ് റഹീമിന്റെ മുഖത്ത് തുപ്പി. അത് തടയാൻ ശ്രമിച്ചപ്പോൾ അബ്ദുൾ റഹീമിന്റെ കൈ അബദ്ധത്തിൽ അനസിന്റെ കഴുത്തിൽ ഘടിപ്പിച്ചിരുന്ന ആ ഒരു ജീവൻ രക്ഷാ ഉപകരണത്തിൽ തട്ടുകയാണ് ചെയ്തത്. ജീവൻ രക്ഷാ ഉപകരണം ആയതുകൊണ്ട് തന്നെ കൈ തട്ടിയതിനെ തുടർന്ന് കുട്ടി ബോധരഹിതനായി. ഈ ഒരു സംഭവത്തോടെയാണ് സ്പോൺസറുടെ കുടുംബം റഹീമിനെതിരെ തിരിയുന്നത്. പിന്നീട് റഹീമിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും റിയാദിലെ കോടതി വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. അപ്പീലിന് പോയെങ്കിലും അപ്പീൽ കോടതികളും വധശിക്ഷ ശരിവെച്ചിരുന്നു. പിന്നീട് ഏറെ കാലത്തെ അപേക്ഷയ്ക്ക് ശേഷമാണ് 15 മില്യൺ റിയാൽ, അതായത് 34 കോടി രൂപ ബ്ലഡ് മണിയായി നൽകിയാൽ അബ്ദുൾ റഹീമിന് മാപ്പ് നൽകാമെന്ന് അനസിന്റെ കുടുംബം അറിയിച്ചത്. ഒടുവിൽ എല്ലാവരുടെയും പരിശ്രമം ഫലമായിട്ട് റഹീമിനെ മോചിപ്പിക്കാൻ ആവശ്യമുള്ള ആ ഒരു തുക സമാഹരിക്കാൻ കഴിഞ്ഞു. ഏതായാലും ഇപ്പം കണ്ടത് 18 വർഷങ്ങളായി ജയിലിലുള്ള മകൻ. ആ മകനെ ഒരു വട്ടം കാണാൻ കൊതിച്ച ആ ഒരു ഉമ്മയുടെ ആഗ്രഹം നടക്കുന്നതാണ് നമ്മൾ കണ്ടത്. ആദ്യം നടക്കാതെ പോയ ആ ഒരു കൂടിക്കാഴ്ച ഒടുവിൽ യാഥാർത്ഥ്യമായിരിക്കുന്നു. ഉംറ നിർവഹിക്കുന്നതിനൊപ്പം റഹീമിനെ കാണാൻ കൂടി ലക്ഷ്യമിട്ടായിരുന്നു ആ ഒരു കുടുംബം റിയാദിലെത്തിയത്. വിശ്വാസികളായവരെ സംബന്ധിച്ചിടത്തോളം ഉംറയും ഹജ്ജും എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത്രയും വലിയ വിഷമഘട്ടത്തിലൂടെ പോകുന്നതിനിടയിലാണ് ഉംറ നിർവഹിക്കാനും മകനെ കാണാൻ വേണ്ടി ആ ഒരു ഉമ്മ റിയാദിലെത്തിയത്. ഉമ്മയുടെ പ്രാർത്ഥന പോലെ മകനെ കാണാൻ കഴിഞ്ഞു. ഉമ്മ അല്ലെങ്കിൽ അമ്മ, അതെല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയിലാണെങ്കിലോ അത് ഒരുപടി മുകളിലാണെന്ന് പറയാം. നമ്മുടെ സൗത്ത് ഇന്ത്യയുടെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ ഒരുപാട് മുകളിൽ കാണുന്ന ഒരു മീനിങ് ഫുൾ വാക്കാണ് നമുക്ക് അമ്മ അല്ലെങ്കിൽ ഉമ്മ. അതുകൊണ്ട് തന്നെയാണ് കേരളം മുഴുവൻ അല്ലെങ്കിൽ ലോക മലയാളികൾ മുഴുവൻ ഈ ഒരു മനോഹരമായ കാഴ്ചയെ, അതായത് ഈ ഉമ്മയുടെയും മകൻ്റെയും കൂടിക്കാഴ്ചയെ ഇത്രയും നെഞ്ചിലേറ്റുന്നത്. 17-ാം തീയതിയാണ് റഹീമിൻ്റെ മോചന ഉത്തരവ് സംബന്ധിച്ച ഫയൽ കോടതി പരിഗണിക്കുന്നത്. അന്ന് ജയിൽ മോചനവുമായി ബന്ധപ്പെട്ട നിർണായക ഉത്തരവ് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ, റഹീം ആഗ്രഹിക്കുന്ന പോലെ, റഹീമിൻ്റെ ഉമ്മ ആഗ്രഹിക്കുന്ന പോലെ ആ ഒരു ഉത്തരവിന് വേണ്ടിയിട്ട് നമുക്കും കാത്തിരിക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. താങ്ക് യു.